ഹലോ, ഇന്നത്തെ റെസിപ്പി ക്യാപ്സിക്കമിൻ്റെ ആണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ റെസിപ്പി തുടങ്ങാം. നമ്മൾ ഒരു പാൻ എടുക്കുക, കുക്കിംഗ് പാൻ. അതിൽ വന്നിട്ട് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ബിഗ് സൈസ്, നിങ്ങൾക്ക് എത്ര ഓണിയൻ വേണോ അത്ര ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ബിഗ് സൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് അത് മൂപ്പിച്ചെടുക്കാം, നമുക്ക് സോട്ടേ ആക്കി എടുക്കാം. ഈ ഓയിലിൽ ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതിയാവും. പിന്നെ നമ്മൾ വന്നിട്ട് 7 പീസസ് ഓഫ് ഗാർലിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ടാക്കി കൊടുത്ത വെളുത്തുള്ളിൻ്റെ അല്ലിങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് സോട്ടേ ആക്കി കൊടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. എന്നിട്ട് നമുക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജീരകമാണ്, ചെറിയ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ക്യൂമിൻ സീഡ്സാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതും നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഒരു 1/2 സ്പൂൺ കോറിയൻഡർ പൗഡർ, മല്ലീൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡറാണ്, മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതും ഓയിലിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ആ മഞ്ഞളുടെയൊക്കെ സ്മെല്ല് പോണ വരെ നമ്മൾ മൂപ്പിച്ചെടുക്കുക. ഇത് ക്യാപ്സിക്കം എല്ലാ കുരുങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നിങ്ങൾ ചോപ്പ് ചെയ്ത് വെച്ചോളി. അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കുക. ഈ മസാലേൻ്റെ കൂടെ ഈ ക്യാപ്സിക്കം എല്ലാം ഒന്ന് കമ്പൈൻ ആവണം, അതുവരെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം എല്ലാം ഇളക്കി കൊടുക്കണേ. നിങ്ങൾ കാണുന്നത് പീനട്ട്സ് ആണ്. ഞാൻ ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതാണ്. ഈ പീനട്ട്സ് ചൂട് ആറിയതിന് ശേഷം നമ്മൾ ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് എടുക്കണേ. ഇതാ നമ്മളെ ക്യാപ്സിക്കം എല്ലാം നന്നായിട്ട് വേവാൻ തുടങ്ങി, വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങി. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ക്യാപ്സിക്കം: റെഡ്യൂസസ് ആർത്രറ്റിക് പെയിൻ, ആൻറ്റി ക്യാൻസർ, ഗിവ്സ് ഹെൽത്തി ഹാർട്ട്, ക്യൂർസ് യെല്ലോ ഫീവർ, പ്രിവെൻറ്റ്സ് ഹൈപ്പർ ടെൻഷൻ, ക്യൂർസ് അനീമിയ, ബേൺസ് കാലറീസ്, ലോ ബാഡ് കൊളസ്ട്രോൾ. ഇതുപോലെ നമ്മൾ ക്രഷ് ആക്കിയിട്ട് വരണോ. പീനട്ട്സിന് തരിയായിട്ടുണ്ടായാൽ മതിയാവും, അധികം സ്മൂത്ത് പേസ്റ്റ് ഒന്നും ആക്കണ്ട. ഇതാ നമ്മളുടെ ക്യാപ്സിക്കം ഇവിടെ നല്ല വെന്ത് കഴിഞ്ഞു, വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് ഒരു 2 സ്പൂൺ അത്രോളം നമ്മൾ പീനട്ട്സിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കണേ. 2 മിനിറ്റ്സ് വരെ അതേപോലെ വിടാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം റെസിപ്പി ഇവിടെ റെഡിയാണ്. ഇത് വന്നിട്ട് കേർഡ് റൈസ്, ചപ്പാത്തി, പൂരി, വെറൈറ്റി റൈസ് എല്ലാത്തിൻ്റെ കൂടെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ക്യാപ്സിക്കമിൻ്റെ കൂടെ പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇനി കൂടും. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിളിൻ്റെ റെസിപ്പിയാണ്. കിഡ്സിനും അഡൾട്ട്സിനും എല്ലാവരിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.